പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. 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 നമുക്കൊരു നിമിഷം ശാന്തമായി ദൈവത്തിരുമുൻപിലായിരിക്കാം. നമ്മെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് ബൈബിൾ തുറന്നപ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി ഈശോ തന്ന വചനം ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ചായിരുന്നു. കുരിശേറ്റെടുക്കാൻ ഈശോയെ സഹായിച്ചത് ഗത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയായിരുന്നു. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. ഒരു നിമിഷം ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ആ ഗെത്സമേൻ തോട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആരും കൂട്ടിനില്ലാത്ത ഒരു രാത്രി, ചുറ്റും അഗാധമായ ഇരുളും നിശബ്ദതയും മാത്രം. ഒരു വശത്ത് തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ക്രൂശിൻ്റെ ഭയാനകത, മറുവശത്ത് തൻ്റെ ചോരയ്ക്കായി ദാഹിക്കുന്ന ഒരു ലോകം. ആ നിമിഷത്തിൽ മനുഷ്യനായ യേശുവിൻ്റെ ഉള്ളം എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാകും അല്ലേ? ആരും കാണാതെ അവൻ കരഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണീരിനൊപ്പം അവൻ്റെ തിരുശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റിറ്റു വീണു. അത് വെറുമൊരു വിയർപ്പല്ലായിരുന്നു. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപഭാരവും വേദനകളും ഒറ്റപ്പെടലുകളും സ്വന്തം തോളിലേറ്റിയപ്പോൾ ഒരു ദൈവപുത്രൻ്റെ ഹൃദയം തകർന്നൊഴുകിയ ചോരയായിരുന്നു അത്. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. തൻ്റെ മരണം തനിക്ക് തരാൻ പോകുന്ന വേദനയേക്കാൾ താൻ ജീവൻ നൽകി രക്ഷിക്കാൻ പോകുന്ന മനുഷ്യർ തന്നെ തള്ളിപ്പറയുമല്ലോ എന്നോർത്തായിരുന്നു ആ തിരുഹൃദയം കൂടുതൽ വേദനിച്ചതും ചോര വിയർത്തതും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും വേദനകളും നമ്മെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ആരും മനസ്സിലാക്കാനില്ലല്ലോ എന്ന് കരുതി നമ്മൾ കരയുമ്പോൾ ഓർക്കുക, നമുക്കായി ഗത്സമനിയിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ച ഒരു നാഥനുണ്ട്. നമ്മുടെ എല്ലാ വേദനകളും അവൻ ആ പൂങ്കാവനത്തിൽ വെച്ച് അനുഭവിച്ചു തീർത്തതാണ്. ഓ ദൈവമേ, ഇന്നെൻ്റെ ജീവിതത്തിലും ഒരു ഗത്സമേൻ തോട്ടം വേണമെന്ന് ഞാൻ അറിയുകയാണ്. അവിടെ ഞാനും എൻ്റെ ദൈവവും തനിച്ചിരിക്കുന്ന സമയം. അതാണ്
ഈ ദിവ്യകാരുണ്യ സന്നിധി. ഇവിടെ മറ്റാരുമില്ല, ഞാനും എൻ്റെ ദൈവവും മാത്രം. എല്ലാ വേദനകളുമായി ഓരോ പ്രഭാതത്തിലും ഞാൻ ഓടിയെത്തുമ്പോൾ എന്നെയും കാത്ത് വേദനിച്ച ഒരുവൻ ആശ്വാസം പകരാനായി കാത്തിരിക്കുന്നു എന്ന ചിന്ത എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നാഥ. സഹനം സ്നേഹമാണെന്നും ഗത്സമനി സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, വേദനകളേറുമ്പോൾ അതിനെ ഓർത്ത് മറ്റുള്ളവരോട് പരാതി പറയാതെ, മറ്റുള്ളവരുടെ ആശ്വാസവാക്കിനായി കാത്തിരിക്കാതെ, ഒരു കല്ലേറു ദൂരം മാറി ക്രിസ്തുവിനെ പോലെ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കാൻ എനിക്കും ശക്തി പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി രക്തം ചിന്തി പ്രാർത്ഥിച്ച, രക്തം ചിന്തി മരിച്ച ആ ഈശോയെ സ്നേഹവാക്കുകളാൽ നമുക്കിന്ന് ആശ്വസിപ്പിക്കാം. പറ്റുന്നവരൊക്കെ പല തവണ ഇന്ന് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിൽ പലയാവർത്തി ഏറ്റുപറഞ്ഞിന്നൊന്ന് പ്രാർത്ഥിക്കണം. അത് കേട്ട് ഇന്ന് ഈശോ ഒത്തിരി സന്തോഷിക്കട്ടെ. നിന്നെ ഈശോ ഇന്ന് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടുമെൻ പൊന്നു തമ്പുരാൻ. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടുമെൻ പൊന്നു തമ്പുരാൻ. ആ സ്നേഹമവർണ്ണനീയം, ആ സ്നേഹമചഞ്ചലം, കരുതുന്നവൻ കൺമണി പോൽ നെഞ്ചോടു ചേർക്കുന്നു. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യേശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു കൊച്ചു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഇന്ന് പലരും പറയാറുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്തായിരിക്കാം അതിന് കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാത്തവരായി നമുക്കിടയിൽ ആരും തന്നെയില്ല. എല്ലാ ദിവസവും നാം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടുന്നുണ്ടോ? പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടാതെ പോകുന്നതിന് നാം പറയുന്ന കാരണങ്ങളിലൊന്ന് മറ്റുള്ളവരോട് ശത്രുത പുലർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടുകയില്ല എന്നതാണ്. അതൊരു കാരണമാണ് തീർച്ചയായും. എന്നാൽ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്നതിന് അതുമാത്രമല്ല കാരണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഈ വചനം ഒന്നുകൂടി ഒന്ന് ഏറ്റു പറയാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാവണമെങ്കിൽ ദൈവാരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യ ആരാധനയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. മറ്റൊന്ന്,
ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? അത് വചനമാണ്. വചനമനുസരിച്ച് ജീവിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ഇടയ്ക്കിടെ കുമ്പസാരിക്കുക, വിശുദ്ധി പ്രാപിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു ചിന്ത ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, ഈശോയെ ആരാധിക്കാൻ, വചനം വായിക്കാൻ, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഇടയ്ക്കിടയ്ക്കൊക്കെ കുമ്പസാരിക്കുവാൻ, ഇതിനൊക്കെ വേണ്ട കൃപയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വലിയ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും നല്ല വചനമാണിത്. ഈ വചനം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മക്കളുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരുടെ കുടുംബത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, ഇവരുടെ തലമുറകളിലേക്കെല്ലാം ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വചനത്തിൻ്റെ സമൃദ്ധി നിറയട്ടെ. അനുഗ്രഹ വചനങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് ഈ സമയം പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്തു മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. ഞാനേകനായൊരു വ്യക്തി, അങ്ങയിലാണെൻ്റെ ശക്തി. അങ്ങനെ കേകുന്നു മുക്തി, നിന്നോടു മാത്രമെൻ ഭക്തി. നിന്നോടു മാത്രമെൻ ഭക്തി. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം കൂടെ നീയുണ്ടെന്നാണെൻ വിചാരം. കൂട്ടത്തിലായിരുന്നാലോ
മധ്യേ നീയുണ്ടെന്നല്ലേ വാഗ്ദാനം. ചിന്തകൾ, ചെയ്തികൾ, വാക്കുകളും ചന്തമായി നിൻ കൃപ മാറ്റിയിടുന്നു. സ്വച്ഛന്തമായവ മാറിയിടുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം കൂടെ നീയുണ്ടെന്നാണെൻ വിചാരം. കൂട്ടത്തിലായിരുന്നാലോ മധ്യേ നീ